ഹായ്. ഇന്ന് ഡിസംബർ 29. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഓരോ പുതിയ വർഷം തുടങ്ങുമ്പോഴും നമ്മൾ ഓരോ ഓത്തുകളെടുക്കും, ഓരോ ലക്ഷ്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ 2026 വർഷം നിങ്ങളുടേതായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ 2026 കടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി, ഒരു പ്രൊഫഷണൽ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്, അതോടൊപ്പം ഒരു ഓൺട്രപ്രണറുമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 2026 കടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് മാസ്റ്റർ യുവർ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ആയിരിക്കണം നമ്മൾ 2026 കടക്കേണ്ടത്. അതിനനുസൃതമായി എന്തൊക്കെ മൈൻഡ് സെറ്റാണോ നമ്മൾ തയ്യാറാക്കേണ്ടത്, ആ രീതിയിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ 2026 കടക്കാൻ. അപ്പോൾ 2026 നിങ്ങളൊരു വിജയി ആയി മാറും എന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുകയും അങ്ങനെ 2026 നിങ്ങൾ കടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത് ഹെൽത്ത് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവരിത്തിങ് എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾ നല്ലൊരു പോസിറ്റീവായ മൈൻഡ് സെറ്റോടു കൂടി മുന്നോട്ട് പോകുകയാണ് എങ്കിൽ. പക്ഷേ അതോടൊപ്പം നമ്മുടെ ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമായ കൃത്യമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും അതോടൊപ്പം നമ്മൾ മറന്നു പോകുന്ന ശാരീരിക വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും അത് മാത്രം പോരാ, നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി മാത്രമല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്, നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ മൈൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കാനും നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കാനും ആവശ്യമായിട്ടുള്ള ടെക്നിക്സുകളും മെത്തേഡ്സുകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനു വേണ്ടി ചെയ്യുകയും നമ്മുടെ ശരീരത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇൻവിസിബിൾ തിങ് ആയിട്ടുള്ള മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യണം. ആ രീതിയിൽ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എല്ലാ നിലക്കും ആരോഗ്യവാനായിക്കൊണ്ട് വേണം ഈ 2026 വരവേൽക്കാൻ. മൂന്നാമത്തേത് സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, സ്വയം അധ്വാനിച്ച് സമ്പന്നരായ ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുചേരുകയാണ് എങ്കിൽ നമ്മളും അറിയാതെ സമ്പന്നരാകുമെന്ന്. ആ ഒരു തത്വം, ആ ഒരു കോൺസെപ്റ്റ് ഒരു കണക്കിന് ശരിയാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഏതുപോലെയാണോ അതുപോലെ നമ്മൾ മാറും. അത് പല ഇടങ്ങളിലും പല രീതിയിലും നമുക്ക് കാണാവുന്നതാണ്. ഒരാൾ മോശമായവരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എങ്കിൽ അവർ ആ പാതയിലൂടെ സഞ്ചരിച്ചു പോകും. നല്ല ആളുകളുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എങ്കിൽ അവരുടെ പാതയും നല്ലതായിരിക്കും. മാത്രമല്ല എല്ലാ തലത്തിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരും എപ്പോഴും ഒരു വിജയിക്കാനുള്ള ഒരു അഭിവാഞ്ചയുള്ളവരുമായി എപ്പോഴും ഒരു ഐഡിയാസുകളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നവരുമായിട്ട് വേണം നമ്മൾ കൂട്ടുകൂടാൻ. അതല്ലാതെ വ്യക്തികളെക്കുറിച്ചോ ഈവൻസുകളെ കുറിച്ചോ ചർച്ച ചെയ്യുന്ന ആളുകളുമായിട്ടാകരുത് നമ്മുടെ കൂട്ട്. ഐഡിയാസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമ്മൾ ആ ഐഡിയാസ് നമ്മുടെ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരികയും അവിടെ നമ്മൾ വിജയിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതവും വിജയത്തിലേക്കായിരിക്കും. റിമെമ്പർ, മണി ഈസ് എ ടൂൾ നോട്ട് എ ഗോൾ എന്നുള്ളതാണ് നാലാമത്തേത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ കയ്യിൽ വരുന്ന പണം അല്ലെങ്കിൽ മണി, ഇത് വെറും ഒരു ടൂള് മാത്രമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അതല്ലാതെ പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നും പണം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നുമുള്ള രീതിയിലുള്ള ജീവിതമാണ് എങ്കിൽ നിങ്ങൾക്ക് പണമേ ഉണ്ടാകൂ, ജീവിതം നിങ്ങൾക്ക് നഷ്ടമാകും. നമുക്കറിയാം, പണം അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നത് വെറും കടലാസിൻ്റെ കഷ്ണമാണ് എന്ന് ഇന്ത്യക്കാർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നോട്ടിന് ഒരു വിലയുമില്ലാതെ വെറും കടലാസ് കഷ്ണമായി മാറിയ അനുഭവമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തിരിച്ചറിയുക, മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുക, ജീവിതത്തിന് വില കൽപ്പിക്കുക, ബന്ധങ്ങൾക്ക് വാല്യൂ ഉള്ളവരായിരിക്കുക. അങ്ങനെ
നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൂള് മാത്രമാണ് മണി എന്ന് മനസ്സിലാക്കി അത് മാത്രം ലക്ഷ്യമാക്കി മുന്നേറാതിരിക്കുക എന്നുള്ളതാണ് നല്ല ഒരു മാർഗം. അഞ്ചാമത്തേത് എൻഹാൻസ് യുവർ നെറ്റ്വർക്കിംഗ് ആൻഡ് നേർച്ചർ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ഷൻസും ബന്ധങ്ങളും നെറ്റ്വർക്കിങ്ങും എല്ലാം നമ്മൾ ഓരോ ദിവസവും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ റിലേഷൻഷിപ്പും കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ഒരു ചെടിക്ക് നമ്മൾ വെള്ളവും വളവും നൽകി നെർച്ചർ ചെയ്യുന്നത് പോലെ നമ്മൾ ഓരോ ദിവസവും നെർച്ചർ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും, നിങ്ങളുടെ ബന്ധങ്ങൾ കൂടും. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഒക്കെ നിങ്ങളുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഓർക്കുന്ന നല്ല ഒരു ചിത്രമായി മാറുകയും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് എല്ലാ ഇടങ്ങളിലും എല്ലാ മനസ്സുകളിലും സ്ഥാനമുണ്ടാകുകയും ചെയ്യും. ആറാമത്തേത് ലേണിംഗ് ഫ്രം യുവർ മിസ്റ്റേക്സ് എന്നുള്ളതാണ്. നമ്മൾ 2025 കഴിയാൻ പോവുകയാണ്. ഈ 2025 തുടക്കം മുതൽ ഇതുവരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പല പോരായ്മകളും പല മിസ്റ്റേക്സുകളും നമ്മളെടുത്ത് വന്നിട്ടുണ്ടാവും. പക്ഷേ ആ മിസ്റ്റേക്സുകളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ മിസ്റ്റേക്സുകളെ കുറിച്ച് ഓർത്ത് നമ്മൾ വെറീഡാകാതെ അതിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ കൊളുത്തിയിടാതെ ആ മിസ്റ്റേക്സിൽ നിന്ന് എന്തൊക്കെ നല്ല പാഠങ്ങളാണോ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ 2026 കടക്കാൻ. ഏഴാമത്തേത് നെവർ സ്റ്റോപ്പ് ലേണിംഗ് എന്നുള്ളതാണ്. നിങ്ങളുടെ മാർഗത്തിലുള്ള പഠനം നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. എല്ലാ കാര്യങ്ങളിലും ആർക്കും മാസ്റ്റർ ആയിരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ മേഖലയിൽ നമ്മൾ മാസ്റ്റർ ആകണം. മാത്രം പോരാ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അത്യാവശ്യ ബോധവും നമുക്കുണ്ടായിരിക്കണം. നമ്മളെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു സാമാന്യ ബോധമുണ്ടാകുകയും നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കുകയും വേണം. ആ മേഖലയിൽ ധാരാളം അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് അവിടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കണം. തിരിച്ചറിയുക, അറിവില്ലാത്തവൻ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജിക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാത്തവൻ, അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തവൻ കാതങ്ങളോളം പിന്നോട്ട് തള്ളപ്പെടും. എന്നാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജിക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് മുന്നേറുന്നവൻ അവൻ എന്നും വിജയിച്ചു കൊണ്ടേയിരിക്കും. അവൻ മുന്നിൽ സഞ്ചരിക്കുന്നവനായിരിക്കും. നിങ്ങൾക്കും അത് സാധിക്കട്ടെ. ഒമ്പതാമത്തേത് റീപ്ലേസ് ഈഗോ വിത്ത് ഹ്യൂമിലിറ്റി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ലേണിംഗ് പാത്തിൽ ഒരു മേജർ ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ഈഗോ ആണ്. എന്ത് പഠിക്കാനും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഈഗോ നമ്മുടെ അറിവ് നേടാനുള്ള അതിന് ഒരു അടപ്പിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ അടപ്പിനെ, ഈ ഈഗോ എന്ന ഈ അടപ്പിനെ നമുക്ക് ഹ്യൂമിലിറ്റി എന്ന കീ കൊണ്ട് തുറക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഈഗോയെ മാറ്റി നിർത്തുക, ഹ്യൂമിലിറ്റി കൊണ്ടുവരിക. ഐ നോ എവറിത്തിങ്, ദെൻ ഹൂ ഈസ് ഹി ടു ടീച്ച് മീ എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി നിർത്തി ഏതൊരു സാധാരണക്കാരനിൽ നിന്നും, എത്ര നിസാരനിൽ നിന്നും എനിക്ക് പലതും ഉൾക്കൊള്ളാനും പലതും പഠിക്കാനുണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള പാതയായിരിക്കും. അതുകൊണ്ട് റീപ്ലേസ് ഹ്യൂഗോ വിത്ത് ഹ്യൂമിലിറ്റി എന്ന് മറക്കാതിരിക്കുക. ഒമ്പതാമത്തതും അവസാനത്തേതും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവം എന്തെല്ലാം കഴിവുകളും എന്തെല്ലാം അവസരങ്ങളും എന്തെല്ലാം നല്ല സാഹചര്യങ്ങളും തന്നിട്ടാണ് അയച്ചിട്ടുള്ളത്. അതിന് ആദ്യം നമ്മൾ ദൈവത്തോട് കടപ്പെട്ടവനായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. മാത്രം പോരാ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ജനങ്ങളോടും നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും നമ്മൾ ആരും പൂർണ്ണരല്ലല്ലോ. നമുക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരാൾ വേണം. നമുക്കിന്ന് ഭക്ഷണങ്ങൾ കിട്ടണമെങ്കിൽ അത് ഉണ്ടാക്കുന്നവർ വേണം. മാത്രമല്ല, ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും നമ്മൾ മനുഷ്യരെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം, ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. പരസ്പരം കണക്റ്റഡ് അല്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പരസ്പരം സൗഹാർദ്ദത്തോടു കൂടും സ്നേഹത്തോടു കൂടി ജീവിക്കുകയും എല്ലാവരോടും എപ്പോഴും
ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും പ്രഥമമായ ഒരു ഗുണം എന്ന് പറയുന്നത്. ആ ഗുണം എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുകയും അത് നമ്മുടെ മുഖത്ത് എപ്പോഴും പ്രസരിപ്പിക്കുകയും ചെയ്യണം ഒരു പുഞ്ചിരിയിലൂടെ. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നല്ല ചിത്രമായി തൂങ്ങിക്കിടക്കാനും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി 2026 നിങ്ങൾക്ക് മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ 9 കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയി അതെല്ലാം നിങ്ങൾ പോസിറ്റീവാക്കി എടുത്തുകൊണ്ട് 2026 കാലെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല ട്രെയിനിങ്ങോ മറ്റോ ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. താങ്ക് യു വെരി മച്ച്.